അല്ല, മൈൻഡ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് താങ്കൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്? എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോംലെസ് ആയിട്ടുള്ള ഒരു നമ്മളുടെ ഈ ചിന്തകൾ ഒക്കെ കൂടിയ ഒരു സംഭവം. വ്യക്തിക്ക് അവിടെ സംഭവിക്കുന്നത് ഒരു ഹാലൂസിനേഷൻ അല്ല. ഹാലൂസിനേഷൻ അല്ല, ഡീപ് സ്ലീപ്പിലേക്ക് പോവാണ് അയാൾ. ഡീപ് സ്ലീപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ അവിടെ വെച്ചിട്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ് നടക്കണം. ഇത് എത്ര വയസ്സ് മുതലുള്ള എത്ര വയസ്സുള്ള ആൾക്ക് ചെയ്യാം? അതെ, ഞാൻ പറഞ്ഞില്ല, അതായത് നമ്മളുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് മുതൽക്ക് വയസ്സായ ഒരു ജീവൻ ഉള്ള ഒരു വ്യക്തിക്ക് സാധനം പറയും. ക്രോസ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനെ മൈൻഡ് ചെയ്യാതെ ചാടിക്കടന്ന് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്തിട്ട് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത് സോൾവ്? നിങ്ങൾ എന്താണ് ഇഷ്യൂ? ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം ഇങ്ങനെ എടുക്കാം. വളരെ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടി സെക്ഷുവലി അബ്യൂസ്ഡ് ആവുന്നു. ഓക്കെ, ഈ സെക്ഷുവലി അബ്യൂസ്ഡ് ആവുന്ന ഒരു പെൺകുട്ടിക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഇഷ്യൂസ് എന്തെല്ലാം ആയിരിക്കും? അയാൾക്ക് ഡിപ്രസ്ഡ് ആവും. ആള് ഡിപ്രഷൻ മാത്രമല്ല, വേറെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ട്രസ്റ്റ് ഇഷ്യൂ വരും, സെക്ഷുവൽ ഇഷ്യൂസ് വരും, ഫാമിലി ഇഷ്യൂസ് വരും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരും, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരും, ആങ്സൈറ്റി വരും, ഡിപ്രഷൻ വരും. കാരണം പുരുഷന്മാരോട് ഭയങ്കര വിരോധം വരും. മനസ്സിലായി? അങ്ങനെ മുതൽ ആ പെൺകുട്ടിയിൽ ഒരു പക്ഷേ ഹോർമോൺ ചേഞ്ച് വരും. ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ ഒബസിറ്റി ഭയങ്കരമായിട്ട് കൂടും, മുടിക്കൊഴിച്ചിൽ വരും, മുട്ടുവേദന വരും, മറ്റേ സ്റ്റൊമക്ക് ഇഷ്യൂസ് സ്റ്റാർട്ടാവും, ബാക്ക് പെയിൻ സ്റ്റാർട്ടാവും. ഇതെല്ലാം സൈക്കോസൊമാറ്റിക്കായ ഇഷ്യൂസ് സ്റ്റാർട്ടാവും. അപ്പോൾ ഒരു ഇഷ്യൂവിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഏകദേശം ഒരു 30-40 അസുഖങ്ങളിലോട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പോൾ ഈ സൗണ്ട് ഹീലിങ്ങിലൂടെ എന്താണ് സംഭവിക്കുക? ഈ പെൺകുട്ടിക്ക് എന്തായിരിക്കും അടുത്ത നിമിഷം സംഭവിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എല്ലാം അവരുടെ ആ മൈൻഡിൽ നിന്ന് മാറും. ഓക്കെ, ഇത് അതായത് ഈ തോട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അവർ ഏതു നേരം ഈ തോട്ട് കയറി വന്ന് അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കടൽ പ്രക്ഷോഭിതമായിട്ടിരിക്കുന്ന മാതിരി ആയിരിക്കും അവരുടെ മൈൻഡ് ഇരിക്കുക. അതിനെ നേരെ റിവേഴ്സ് ചെയ്ത് അതിനെ സ്ലോ ഡൗൺ ചെയ്യും ഈ സൗണ്ട്. അപ്പം എന്താ സംഭവിക്കുക? ആ സമയത്തേക്കല്ല, ആദ്യം തന്നെ ഇത് സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കും ഇതിനെ. ഓക്കെ, പതുക്കെ സ്ലോ ചെയ്ത് അവരുടെ ആ ഇഷ്യൂ, കാരണം ആ ചിന്ത, ആ വരുന്ന ഇമോഷൻ താങ്കൾ കൊടുക്കുന്ന സൗണ്ടിനേക്കാളും അദ്ദേഹത്തിന്റെ ഡെസിബിളിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നതിനാണ് അതിന്റെ കാരണം. അതായത് ബ്രെയിനിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ചിന്തകളുടെ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ ഫ്രീക്വൻസിനേക്കാളും കൂടിയ അളവിലുള്ള ഫ്രീക്വൻസിയാണ് താങ്കൾ കൊടുക്കുന്നത്. അങ്ങനെയൊന്നല്ല, അതൊക്കെ തെറ്റാണ്. അതൊന്നല്ല. പിന്നെ എങ്ങനെയാ? അതായത് അവരുടെ ആ തോട്ട്, ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതിലേക്ക് വഴി ചെന്ന് കഴിയുന്ന ടൈമിൽ ആ സ്റ്റേറ്റിലേക്ക് ബ്രെയിൻ എത്തുകയാണ് ചെയ്യുന്നത്. ശരി, ബ്രെയിനിന്റെ ഫ്രീക്വൻസി. ഇപ്പൊ നമ്മുടെ എല്ലാ ബോഡി പാർട്ടിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങളുടെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തവസ്ഥയിൽ ഇരിക്കുന്നതിനാണ് പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ഹാർട്ടിന് ഒരു റിതം ഉണ്ട്. ഓക്കെ, എല്ലാ ബ്രെയിനിന്, ഹാർട്ടിന്, ലങ്സിന്, എല്ലാ വയറിനും ഒക്കെ റിതം ഉണ്ട്. ഇതൊക്കെ താളം തെറ്റുന്നത് നിങ്ങളുടെ ഈ എന്താ പറയുക, ഈ ഹോർമോണിൻ്റെ ചേഞ്ച് വരും. അതായത് ഈ തോട്ട് വരുമ്പോൾ ഹോർമോൺ ഡിഫറൻസിലേക്ക് കയറും. ക്ലിയർ? അപ്പോൾ ആ ഹോർമോണിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ എന്തുണ്ടാവും, ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ സൈക്കോസൊമാറ്റിക്കും മുട്ടുവേന മുതൽക്ക് വയറുവേന ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഡെൽറ്റ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഓക്കെ, അത് ഡീപ്പ് സ്ലീപ്പായിരിക്കും. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിനെ ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീൽ ചെയ്യണം ആ ടൈമിൽ. ഈ ശബ്ദം അല്ല, ആ ടൈമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം ചെന്നിട്ട് ഈ ഡീപ്പ് സ്ലീപ്പിലേക്ക് ആൾ കയറിപ്പോയി. അതിനൊപ്പം തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ഈ സാധനം കയറിയിട്ട് ഹീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഓപ്പൺ ആവും ബ്രെയിൻ. എന്നിട്ട് ഇതിനെ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ആവശ്യമില്ലാത്തൊക്കെ ഇത് റിമൂവ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു കേസിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങോട്ട് ഹീൽ ചെയ്ത് കുറയ്ക്കുകയാണ് ചെയ്യണത്. എത്ര ദിവസത്തേക്കായിരിക്കും ഈ പറയുന്ന ഒരു ഇൻറ്റൻസിറ്റി നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത്? അത് ലൈഫ് ടൈമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈമിൽ ഇത് ഹീൽ ചെയ്ത് പോകും. ഇത് പിന്നെ അയാൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ബോദറിങ് ഉണ്ടാവില്ല. ഓക്കെ, അത് ഹീൽ ചെയ്ത് അവിടെ നിന്ന് ഹീൽ ചെയ്ത് മാറ്റണം ആ ടൈമിൽ ചെയ്യണത്. ഇത് എൻഡ് ഓഫ് ദ ലൈഫ് വരെയാണ് ഇത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ ചോദിക്കുന്നത്, ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹാലൂസിനേഷൻ വർക്കൗട്ട് ആവുന്ന ഒരു കണ്ടീഷനാണ്. ഈ വരുന്ന ഹാലൂസിനേഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഹാലൂസിനേഷൻ സ്റ്റേറ്റ് അല്ലാതെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ? അല്ല, വ്യക്തിക്ക് അവിടെ സംഭവിക്കുന്നത് ഒരു ഹാലൂസിനേഷൻ അല്ല. ഹാലൂസിനേഷൻ അല്ല, ഡീപ് സ്ലീപ്പിലേക്ക് പോവാണ് അയാൾ. ഡീപ് സ്ലീപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ അവിടെ വെച്ചിട്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ് നടക്കണം. ചെയ്ത് കഴിഞ്ഞ ടൈമിൽ പിന്നെ അയാൾക്ക് വേറെ ഒരു ഇത് വരില്ല. ആ തോട്ടുകളുടെ ഇൻറ്റൻസിറ്റി കുറയും, പിന്നെ വളരെ ക്ലിയർ ആയിരിക്കും അയാൾ ഉണ്ടാവുക. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഇത്തരത്തിൽ ഇഷ്യൂ ഉള്ള ഒരാൾ വന്നിരുന്ന ആ പെൺകുട്ടിക്ക് നമ്മുടെ ബ്രെയിനിലോട്ട് ഈ പറയുന്ന ഡിസബിൾ വെച്ചിട്ട് ആ ഒരു സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കടത്തിവിടാണ്. കടത്തിവിടുമ്പോൾ നോർമലായിട്ട് എനിക്ക് എൻ്റെ സംശയം കേട്ടോ, നോർമലായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റുകളിലാണോ ഇഷ്യൂസ് ഉള്ളത്, അതായത് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഭയങ്കര വൈകാരികമായി ചിന്തിച്ച് പോകുന്ന നമ്മുടെ ഇൻറ്റൻസിറ്റി കൂടുന്ന സമയമാണല്ലോ, അതിനെ താഴ്ത്തി കൊണ്ടുവരും, ഇമോഷനെ താഴ്ത്തി കൊണ്ടുവരും. അപ്പം എൻ്റെ ചോദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇമോഷനെ താഴ്ത്തി കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ഇഷ്യൂ ഇല്ലാതെ ആവുന്നതാണ് എൻ്റെ ചോദ്യം. ഇഷ്യൂ ഇല്ലാതായി, അപ്പം തന്നെ ഇഷ്യൂ കുറഞ്ഞു. അതിൻ്റെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഒക്കെ പ്രോപ്പറാക്കും അത് ബ്രെയിൻ. ഈ ഇപ്പം മൈൻഡിൻ്റെ ആ ഒരു ഇത്, അതായത് നമ്മുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, അങ്ങനെ 3 കേസുകളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ ഒരു ബ്രെയിൻ. അപ്പം ഈ ബ്രെയിൻ തന്നെയാണ് ഈ മൈൻഡ് എന്ന് പലരും പറയുന്നത്. ഇപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ഇതിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൈൻഡാണ് ഈ ബോഡീനെ, ഈ മൈൻഡ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് താങ്കൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്? എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോംലെസ് ആയിട്ടുള്ളൊരു നമ്മളുടെ ഈ ചിന്തകൾ ഒക്കെ കൂടിയ ഒരു സംഭവം. അതായത് ഒരുപാട് ചിന്തകളും കളക്റ്റീവ് ഒരു തോട്ട്, ഇതാണ് മൈൻഡ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. നമുക്ക് മൈൻഡിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷൻ എന്നാണ്. ബ്രെയിൻ എന്താണോ ആക്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെയാണ് മൈൻഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ആ മൈൻഡിലാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. കറക്റ്റാണ്. ബ്രെയിൻ എന്നത് ആക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അന്ന് ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല. പിന്നെ ഒന്നെങ്കിൽ അത് ബോഡി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആക്ഷനിലോട്ടോ പ്രവർത്തിയിലോട്ട് പോകും. നമ്മുടെ മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അങ്ങനെ വരുമ്പോഴാണ് വിഭ്രാന്തി പോലെയുള്ള അസുഖങ്ങളിലോട്ട് കൺവേർട്ട് ആവുന്നത്. ശരീരം ഒന്ന് പ്രവർത്തിക്കുന്നു, മനസ്സൊന്ന് പ്രവർത്തിക്കുന്നു, രണ്ടും കൺട്രോളല്ല. ഈ കൺട്രോൾ ചെയ്യുന്ന ഒരു പാതയാണ് നോർമൽ സയന്റിഫിക്കലി നമ്മൾ അതിന് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള ഹീലിങ്സ് ആണ് ഇവർക്ക് പൊതുവെ സംഭവിക്കുന്നത്. ഇത് എത്ര വയസ്സ് മുതലുള്ള എത്ര വയസ്സുള്ള ആൾക്ക് ചെയ്യാം? അതെ, ഞാൻ പറഞ്ഞില്ല, അതായത് നമ്മളുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് മുതൽക്ക് വയസ്സായ ഒരു ജീവൻ ഉള്ള ഒരു വ്യക്തിക്ക് ഈ സാധനം വർക്ക് ചെയ്യും. എത്ര ഏജുള്ള ആളുകൾക്ക് വരെ ചെയ്യാം? എത്ര ഏജ് വേണമെങ്കിലും ഉള്ള ആളുകൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സെക്ഷൻ വേണോ 2 സെക്ഷൻ വേണോ, എങ്ങനെയാണ്? അത് ഓരോ ആളുകളുടെ ഇതനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് ഡിസൈഡ് ചെയ്യണത്. അതായത് ചില ആളുകൾക്ക്, ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു നോർമൽ പേഴ്സണ് 3 സെഷനാണ് പറയുക. ഒരു നോർമൽ ആളുകൾക്ക്, ഇപ്പോൾ സാധാരണ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക്, അയാൾക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടാവും, ഇല്ല എന്നൊക്കെ അയാൾ വെറുതെ പറയുന്നതായിരിക്കും. പക്ഷേ അയാൾക്ക് ഒരു നോർമൽ 3 സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ അനുഭവിക്കുന്ന ഇഷ്യൂസിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ വളരെ പഴയ ഒരു നോർമൽ ലൈഫിലോട്ട് കിടക്കുമെന്നാണ്. തീർച്ചയായും പഴയ ഒരു നോർമൽ ലൈഫ് അല്ല അയാൾക്ക് ഉണ്ടാവുക, പുതിയൊരു ലോകത്തിലേക്കാണ് അയാൾ പോവുക. അതായത് നമുക്ക് ശരി, ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് ഇവിടെ, ഈ പ്രകൃതിയിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ നമ്മളതിനൊന്നും പലതിനും കാണില്ല. ഓക്കെ, നമ്മളുടെ ഓരോ കാര്യങ്ങളായിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്, പക്ഷെ അയാൾ ഇതൊന്നും കാണാതെ ആയിരിക്കും ചിലപ്പോൾ. ഈവൻ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ താഴെ ഒരു പൂവ് ഉണ്ടായി നിൽക്കണത്, ഒരു ചെറിയ ചെടിയും ഉണ്ടാവണം, ഒരു മുക്കുറ്റിയും ഉണ്ടാവുന്ന ഒരു പൂ പോലും കാണില്ല. റോഡിൽ കൂടെ നടന്നു പോകുമായിരിക്കും, അതുപോലും കാണില്ല, കാണാതെ തന്നെ നമ്മൾ നടന്നു പോകും. പക്ഷെ വൺസ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് അതൊക്കെ കാണും. അയാൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ടായിരിക്കും അയാൾ പോവുക. ലൈഫ് ഫുള്ള് എൻജോയ് ചെയ്യും അയാൾ. ഈവൺ അയാളിപ്പോൾ ചിരിച്ചട്ടഹസിച്ച് പോകണമെന്നൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് അത് കാണും, നല്ലൊരു സുഖമായിട്ടൊരു ഫീൽ ഉള്ളിലുണ്ടാവും എപ്പോഴും. അതായത് ഇത് കഴിഞ്ഞ എല്ലാ ടൈമിലും അയാൾക്ക് ആ ഒരു ഫീൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അയാൾ. അതായത് അയാൾ എപ്പോഴും അയാൾക്ക് തോന്നുക ഞാനൊരു ബ്ലസ്സഡ് ആയിട്ടൊരാളാണ് എന്ന് എപ്പോഴും തോന്നുകൊണ്ടിരിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നൊരു ഫീല് എപ്പോഴും ഉള്ളിൽ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ അതാണ് ബ്രെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ലോകത്തിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. എപ്പോഴും നമ്മളൊരു വേദനയെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തിനാണ് നമ്മൾ കുറിച്ച് ചിന്തിക്കുന്നത്, അതാണ് അത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കഴിയുന്ന ടൈം നമ്മളൊരു ബ്ലസ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മൈൻഡിനെ കൊണ്ടുവന്ന് ചെല്ലുക. അപ്പോൾ ആ ബ്ലസ്ഡ് ആയിട്ട് നമ്മളെപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ കണ്ണടയ്ക്കണമെന്നോ തുറക്കണമെന്നോ ഏതോ ഒന്നുമില്ല,
ഏത് സമയത്തായാലും നമുക്ക് ചിന്തിക്കാവോ ഞാനൊരു ബ്ലസ്ഡ് ആയിട്ട് ഒരാളാണ്, എനിക്ക് ഇത്ര കാര്യങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് എഗെയിൻ അതിന് കൂടി നല്ല നല്ല കാര്യങ്ങളിലേക്ക് അയാൾക്ക് എത്തിച്ചേരുകയും ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകൾ എത്തപ്പെടട്ടെ, കുറേ ആളുകളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ.